Good morning to all. Good morning. Good morning, ma'am. Good morning. Good morning. Good morning. Start ചെയ്യാട്ടോ. Start ചെയ്തോളൂ. ക്ലാസ് മാറിയോ? അല്ല സ്റ്റാർട്ട് ചെയ്യൂ. എന്നിട്ട് ഞാൻ ചോദിക്കാനിരിക്കും. സ്റ്റാർട്ട് ചെയ്യൂ. മിസ് മാറിയോ? Okay. Start with Good morning, ma'am, and good morning, all my dear friends. അഖിലാണ്ട മണ്ഡല മണിച്ചോരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണ പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരകോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികാര സംഗത ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാണാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. താങ്ക് യു. Okay, next എന്താ? Thought of the day ഞാൻ പറയാം. Okay. Give but don't allow yourself to be used. Love but don't allow your heart to be abused. Trust but don't be naive. Listen but don't lose your own voice. നൽകുക പക്ഷെ സ്വയം ഉപയോഗിക്കപ്പെടാൻ അനുവദിക്കരുത്. സ്നേഹിക്കുക പക്ഷെ നിങ്ങളുടെ ഹൃദയം ദുരുപയോഗം ചെയ്യപ്പെടാൻ അനുവദിക്കരുത്. വിശ്വസിക്കുക പക്ഷേ നിഷ്കളങ്കനാകരുത്. ശ്രദ്ധിക്കുക പക്ഷെ നിങ്ങളുടെ സ്വന്തം ശബ്ദം നഷ്ടപ്പെടുത്തരുത്. താങ്ക് യു മാം. Okay. Okay. കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? Just wait. ഓക്കെ, അപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ വന്നത് എന്താണ്? വല്ല ബുദ്ധിമുട്ടുണ്ടായോ അല്ലെങ്കിൽ ഇഷ്ടക്കേടുണ്ടായോ? ചുമ്മാ ചോദിച്ചാണ്. അതല്ല മാം, ഞങ്ങൾക്ക് ഇന്നൊരു വർക്ക് ഉണ്ടായിരുന്നേ. തന്നിട്ടുണ്ട് മാം, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ കണ്ടു മെസ്സേജ്. മാറിയോ? അതല്ല, ആക്ടിവിറ്റി വന്നിട്ടുണ്ട്, അപ്പൊ രക്ഷപ്പെട്ടല്ലോ എന്നാ വിചാരിച്ചേ. അങ്ങനെയാക്കി മനസ്സിലാവുന്നുണ്ടല്ലോ. ദിവസം കൂടെ കിട്ടിയില്ലേ മിസ്സേ? നാളെ സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ. ഞാൻ ഇംഗ്ലീഷ് പുസ്തകം എടുത്തില്ല മിസ്സേ. ഇന്ന് ഇതായോണ്ട് ഇംഗ്ലീഷ് പുസ്തകം വീട്ടിൽ വെച്ചിട്ടാ വന്നത്. വീട്ടിൽ വെച്ചിട്ടാ വന്നത്. അല്ല, ഉമ്മാന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല. എന്നൊരു കാര്യം ചെയ്ത് ക്ലാസ് എടുക്കണ്ട, ചുമ്മാ സംസാരിച്ചിരിക്കാം. ക്ലാസ് എടുത്തോ? ഞാന് അത് കേൾക്കാലോ. ഓക്കെ, ഫസ്റ്റ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ടൈം ടേബിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. തേഴ്സ്ഡേ ഞാനാണ്, ഫ്രൈഡേ അപർണ മിസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ബുക്ക് മാറ്റി എടുത്തേ. വെരി ഗുഡ്. അപ്പൊ ഇനി ശ്രദ്ധിച്ചോളൂ, തേഴ്സ്ഡേ ഞാനാണ്, ഫ്രൈഡേ അപർണ മിസ് ആണ്. ഇനി ബുക്ക് മാറി എടുക്കണ്ടായിരുന്നു. മിസ്സേ, ആദ്യം തന്ന ടൈം ടേബിളിലില്ലേ
മിസ്സായിരുന്നു ഇന്ന് ക്ലാസ് എടുക്കുന്നത്. പിന്നെ അപർണ മിസ് ആയിരുന്നു ക്ലാസ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ അത് വെച്ച് ബുക്ക് മാറ്റി എടുത്തോണ്ട് വന്നേ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൈം മാറും, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അങ്ങനെ മാറി നിൽക്കുന്ന വെച്ചാൽ നമുക്ക് പുതിയ പുതിയ ബാച്ചസ് വരുമ്പോ അവൈലബിൾ ആയ ടൈമില് വേറെ ടീച്ചേഴ്സ് നമ്മള് ടൈം ടേബിൾ സെറ്റ് ചെയ്യണമല്ലോ. സോ ആ ടൈമില് എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും. അങ്ങനെയാണ് ടൈം ടേബിൾ മാറുന്നത്. ഓക്കെ, ഇത്രയാണ്, ഇതാണ് സംഭവം. അപ്പോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമാണല്ലേ? സുഖാണ്. ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല. മനസ്സിലായി എനിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ എനിക്ക് പറയാം. ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു മിസ്. താങ്ക് യു, അധികം താങ്ക് യു പറയണ്ട. അപ്പൊ ഇന്നെന്താ ചെയ്യണ്ടേ പറയും. നമുക്ക് അഡ്ജക്റ്റീവ് പഠിക്കാം. എന്താ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ, സോ നമുക്ക് അഡ്ജക്റ്റീവ് നോക്കാം. ഓക്കെ, അഡ്ജക്റ്റീവ് മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് അഡ്ജക്റ്റീവ് മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ? അതില് അഡ്ജക്റ്റീവും അഡ്ജക്റ്റീവ് ഫ്രേസും മനസ്സിലായി. ക്ലോസ് ക്ലിയർ അല്ല എന്നാണ് പേജ് നമ്പർ. പേജ് നമ്പർ ഏതാ പറഞ്ഞു കൊടുക്കട്ടെ? പേജ് നമ്പർ 79. ഓക്കെ, അപ്പോ ടെക്സ്റ്റ് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ടെക്സ്റ്റ് ഉള്ളതല്ല പറയുന്നേ. ഓക്കെ, അപ്പോ ഇനി ടെക്സ്റ്റ് ഉള്ളത് നോക്കാട്ടോ നമുക്ക്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കണ്ടോ? ദ ബോയ് നിയർ ദ ഷോപ്പ് ഈസ് കൃഷ്ണ, ദ മാൻ ഇൻ ദ കോർണർ ഈസ് രാജു, ദ വുമൺ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗാർഡൻ ഈസ് വീണ. ഓക്കെ, ഇതൊക്കെ എന്താണ് ശരിക്കും? ഒന്നോ രണ്ടോ വാക്കിൽ കൂടുതൽ അഡ്ജക്റ്റീവ് യൂസ് ചെയ്താൽ മാത്രമാണ് ഫ്രേസ് ആകുക എന്നൊന്നുമില്ല. അപ്പൊ മനസ്സിലായോ? ഒരു ഫ്രേസ് ആണ് കേട്ടോ, ഇത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഇങ്ങനെയും അഡ്ജക്റ്റീവ് ഫ്രേസ് വരാം. ഓക്കെ, അതും കൂടെ മനസ്സിലാക്കി വെച്ചോളൂ. മാം, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? മാം, നമുക്ക് ക്ലാസ് എടുക്കാൻ തന്നിട്ടുള്ളതിൽ നൗൺ ഫ്രേസ്, നൗൺ ക്ലോസ്, അപ്പം അതും ഈ അഡ്ജക്റ്റീവ് ആയിട്ട് കുറച്ച് നമുക്ക് സിമിലാരിറ്റി തോന്നുന്നുണ്ടല്ലോ അല്ലേ? കറക്റ്റ് ആണോ? അതെ, കറക്റ്റ് ആണ്. കാരണം അതൊരു നൗൺ ആണ്. സോ അത് നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലായതിനു ശേഷം മാത്രമേ ക്ലാസ് എടുക്കാൻ പറ്റൂ. ഞാൻ എപ്പോ അത് ക്ലാസ്സിൽ ആ ചാപ്റ്റർ എടുത്താലും കൺഫ്യൂഷൻ ആണ്, ടോട്ടലി കൺഫ്യൂഷൻ ആയിരിക്കും. അത് വായിച്ചപ്പോഴും മൊത്തം കൺഫ്യൂഷൻ ആയി. അതെ, മൊത്തം കയ്യിൽ നിന്ന് പോയി. കാരണം നൗണും അഡ്ജക്റ്റീവും തമ്മിൽ കണക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, അത് നൗണിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെയും നൗൺ തന്നെയാ പറയുന്നത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോ എക്സാമിന് നൗൺ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇതുവരെയും വന്നിട്ടില്ല, വരാറില്ല, പൊതുവെ വരാറില്ല. ഓക്കെ, ഞാൻ തോന്നുന്നു ഏതോ ഒരു ബാച്ചിൽ ഞാൻ ചാപ്റ്റർ ഞാൻ ഒഴിവാക്കി. കാരണം അവർക്ക് അത്രയും നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് അത് ക്ലിയർ ആകുന്നില്ല. മീൻസ് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ചാപ്റ്റർ ആണ്, കുറച്ച് കൺഫ്യൂസിംഗ് ആയ ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ മാം ക്ലാസ് എടുത്താൽ മതി മാം. ഞങ്ങൾ എടുത്താല് അത് ബുദ്ധിമുട്ടാവും. കാരണം ഞാൻ ഇന്നലെ കുറെ നോക്കിയിട്ട് എനിക്കൊന്നും പിടികിട്ടുന്നില്ലായിരുന്നു. അപ്പൊ മാം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞങ്ങൾ എടുത്തിട്ട് അത് അഡ്ജക്റ്റീവ് എല്ലാം കൂടി കൺഫ്യൂസ് ആവും. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് മാം. കാരണം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണോന്ന് എനിക്കറിയില്ല. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ചുമ്മാ ട്രൈ ചെയ്ത് നോക്കൂ. ക്ലാസ് എങ്ങനെയാണെന്ന് അറിയാലോ. ഞാൻ എടുക്കാം എന്തായാലും. നമുക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഈ ആഡ്വേർബ് എടുക്കും കേട്ടോ. നൗൺ അവിടെ നിൽക്കട്ടെ, ആഡ്വേർബ് എടുക്കും. ഓക്കെ, അപ്പോ അഡ്ജക്റ്റീവ് ക്ലാസ് കഴിഞ്ഞാൽ ആഡ്വേർബിന്റെ ഗ്രൂപ്പ് റെഡിയായി നിൽക്കുക. ഒരു ക്ലാസ് എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ആഡ്വേർബിനെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ എല്ലാവരും. നൗൺ അല്ല, ആഡ്വേർബ് ആണ്. യൂണിറ്റ് 8 ആണ് നിൽക്കേണ്ടത്. ഓക്കെ, നമ്മ നൗൺ ചാപ്റ്റർ അങ്ങനെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, ആശ്വാസമായല്ലോ അല്ലെ? സമാധാനം, ഇതാണ് ആശ്വാസമായെന്നൊക്കെ. ഓക്കെ, നോക്കാം നമുക്ക്. മിക്കവാറും നല്ല അതിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരാത്തതുകൊണ്ടും ക്ലാസ്സിൽ എത്ര പറഞ്ഞാൽ അത് നമുക്ക്
ക്ലിയർ ആകില്ല. എങ്ങനെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞാൽ പോലും ക്ലിയർ ആകുന്നുണ്ടായിരുന്നില്ല. അത് ഇതാണ് പ്രശ്നം. കാരണം അഡ്ജക്റ്റീവ് ഓൾറെഡി നൗൺ ബേസ്ഡ് പറയുന്നത് കൊണ്ട് നൗണിനെ നമ്മൾ പിന്നെ ഈ നൗണിനെ കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത് ശരിക്കും ഒരു സെന്റൻസിൽ നൗൺ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കാര്യമില്ല. അറിയാം നിങ്ങൾക്ക്. മലയാളം നോക്കിയപ്പോ അതിന് കഴിയോണ്ട് മനസ്സിലാവുന്നില്ല, ആകെ പെട്ടുപോയി. അതെ, അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. അങ്ങനെയാണ്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. പക്ഷെ ആ ചാപ്റ്റർ സപ്പോസ് ഇനി മനസ്സിലായില്ല എന്നാലും നിങ്ങൾ പേടിക്കേണ്ട. അതിന് ഇതുവരെയും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, ഇനി വരയിലില്ല. അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട കേട്ടോ. ആ ചാപ്റ്റർ മിക്കവാറും നമ്മൾ ഒഴിവാക്കുന്ന ഒരു ചാപ്റ്ററും കൂടെയാണ് 7th one. ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചതുവരെ കണ്ടിട്ടില്ല. അഡ്ജക്റ്റീവും അഡ്വർബും പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് പറയാനുള്ളത്. ഇനി അഡ്ജക്റ്റീവിലേക്ക് പോവാണെങ്കിൽ അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായി, അഡ്ജക്റ്റീവ് ഫ്രേസ് മനസ്സിലായി, അഡ്ജക്റ്റീവ് ക്ലോസ് ആണ് ഇനി എടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ തരാം. നിങ്ങൾക്ക് നോട്ട് ഞാൻ അപ്ലോഡ് ഷെയർ ചെയ്യട്ടെ. വെയിറ്റ്. ഓക്കെ, ഇപ്പോ എന്റെ നോട്ട് നോക്കണ്ട. ഞാനൊരു സെന്റൻസ് ടെക്സ്റ്റ് ചെയ്തരാം. The cake that she bought was delicious. The cake that she bought was delicious. ഈ സെന്റൻസ് നിങ്ങൾ വായിച്ചു നോക്കാം. ഓക്കെ, ഈ സെന്റൻസ് അതിന്റെ മീനിങ് എന്താണ് വായിച്ചേ. മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നോക്കി. The cake that she bought was delicious. Clear? Can you understand the meaning of the sentence? അവൾ വാങ്ങിച്ച കേക്ക് ഡെലിഷ്യസ് ആയിരുന്നു. കേക്ക് നല്ല ഡെലീഷ്യസ്, നല്ല രസമുള്ളതായിരുന്നു. അവൾ വാങ്ങിയ കേക്ക് ഉണ്ടല്ലോ. അപ്പൊ അവൾ നല്ല വരാന് ഒരു കേക്ക് അങ്ങനെ. അവൾ വാങ്ങിയ കേക്ക് സ്വാദുള്ളതായിരുന്നു. അത് സ്വാദുള്ളതായിരുന്നു അങ്ങനെയാണ്. ദാറ്റ് ഷീ ബോട്ട്. അവളാൽ വാങ്ങപ്പെട്ട കേക്ക് സ്വാദുള്ളതായിരുന്നു. അവളാൽ വാങ്ങപ്പെട്ട കേക്ക് ബൈ വരുമ്പോ മറ്റേ പാസീവ് ആയതുകൊണ്ട് പാസീവോ? അയ്യോ, പാസീവ് ഒന്നും ഇവിടെ പറയില്ലേ. പാസീവ് ഒന്നും ആയിട്ടില്ല. അവൾ വാങ്ങിയ കേക്ക് ഡെലിഷ്യസ് ആയിരുന്നു എന്ന് പറയും. അതാണ് മലയാളം. അവൾ വാങ്ങിയ കേക്ക് അല്ലെങ്കിൽ അവൾ വാങ്ങിയ ആ കേക്ക് ഡെലിഷ്യസ് ആയിരുന്നു. ആ കേക്ക് നിന്ന് അവൾ വാങ്ങിയ കേക്ക് ഡെലിഷ്യസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ആ സെന്റൻസില് എന്തിനെ കുറിച്ചിട്ടാ പറയുന്നത്? കേക്കിനെ കുറിച്ച്. കേക്കിനെ കുറിച്ചിട്ട്. കേക്കിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? അത് അവള് വാങ്ങിയ ആ കേക്കിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ കേക്കാണ് മെയിൻ. ആ സെന്റൻസില് മെയിൻ സബ്ജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മെയിൻ നമ്മള് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു കേക്കിനാണ്. അപ്പൊ കേക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡെലിഷ്യസ് ആണ്. സോറി, കേക്ക് എന്ന് പറയുന്നത് നൗൺ ആണ്. ഡെലിഷ്യസ് ആണെന്ന് കേട്ടു കഴിച്ച പോലെയാണ്. ഡെലിഷ്യസ് ആണ്. കേക്ക് എന്ന് പറയുന്നത് നൗൺ ആണ് കേട്ടോ. നൗൺ ആണ്. പഠിക്കുന്നതിലേക്ക് വരും. കേക്ക് വിട്ടേക്കും. ഓക്കെ,
അപ്പൊ കേക്ക് നൗൺ ആണ്. കേക്കിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേക്കിനെ കുറിച്ചും അത് നൗണിനെ കുറിച്ചും ബേസ് ചെയ്ത് പറയുന്ന സെന്റൻസ് ആയതുകൊണ്ട് തന്നെ അത് അഡ്ജക്റ്റീവുമായി കണക്ട് ചെയ്ത് എന്തോ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ നൗൺ ആണ് അവിടെ മെയിൻലി നിൽക്കുന്നത് നൗൺ ആണ്. ഡിലീഷ്യസ് എന്ന് പറയുന്നതാണോ മറ്റേ എന്താ പറയാ ഒബ്ജക്റ്റീവ്സ് അങ്ങനെ വരിക? അഡ്ജക്റ്റീവ് 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 ഡെലിഷ്യസ് ആണ് അവിടെ അഡ്ജക്റ്റീവ്. ഓക്കെ, ഇപ്പൊ നൗണിനെ കുറിച്ച് പറയുമ്പോൾ ഡെലിഷ്യസ് അവിടെ അഡ്ജക്റ്റീവ് ആണ്. ഞാൻ ചോദിക്കുന്ന എന്റെ ചോദ്യം ചിലപ്പോൾ ഇതായിരിക്കും, the cake that she was bought delicious. ഞാൻ ഏതെങ്കിലും ഒരു പോർഷൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാകും. സോ can you identify the underlying part എന്നായിരിക്കും ചോദിക്കുക. അണ്ടർലൈൻ ചെയ്ത ആ ഒരു പാർട്ട് ഏതാണ് ഐഡന്റിഫൈ ചെയ്യൂ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, ഓപ്ഷൻ ഇപ്പൊ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ നോക്കേണ്ടത് ആ സെന്റൻസ് നന്നായിട്ട് വായിച്ചു നോക്കാം. സെന്റൻസിൽ ഏതിനെ കുറിച്ചാണ് പറയുന്നത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ കേക്കിനെ കുറിച്ചാണ് പറയുന്നത്. കേക്ക് ഒരു നൗൺ ആണ്. നൗണിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അത് അഡ്ജക്റ്റീവ് ആണ് എന്ന് ചിന്തിക്കാൻ നമുക്ക്. ഇനി നോക്കേണ്ടത് ഫ്രേസ് ആണോ നോക്കണം. ഫ്രേസ് ആണോ? ഇപ്പോ ക്വസ്റ്റ്യൻ വരുന്നത് ഡെലീഷ്യസിന് താഴെ അണ്ടർലൈൻ ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നെങ്കിൽ ഡെലീഷ്യസ് എന്ന് പറയുന്ന വാക്ക് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? അഡ്ജക്റ്റീവ്. അത് വേണം, അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു സെന്റൻസിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി അല്ലാതെ ഞാൻ ചോദിക്കാണ്, അല്ലാതെ ഇപ്പോ ഈ പറയുന്ന സെന്റൻസ് എന്നിട്ട് ചോദിക്കാണ് ഇതെന്താണ്, മീൻസ് ചിലപ്പോ അണ്ടർലൈൻ ചെയ്ത ഒരു പോർഷൻ that she bought was delicious എന്നായിരിക്കും. ആ ഒരു പാർട്ടിലാണെങ്കിൽ that she bought എന്ന് പറയുന്ന ആ ഒരു പാർട്ടിലായിരിക്കും ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത്. സോ നിങ്ങളോട് ചോദിക്കുകയാണ് ഐഡന്റിഫൈ ചെയ്യാം, അണ്ടർലൈൻ ചെയ്ത പോർഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? Adjective clause. noun. Adjective clause. അഡ്ജക്റ്റീവ് ക്ലോസ്. എന്തുകൊണ്ട് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞു? What വന്നോണ്ട് bought that she she bought that. അത് ഫ്രേസ് ആകാം. അത് ഫ്രേസ് ആകാം. നൗണിന് അല്ല. ഫ്രേസ് അല്ലാതെ അറിയാം. ഒരിക്കലും അത് ഫ്രേസ് ആയിട്ട് വരില്ല, ഒരിക്കലും അത് ഫ്രേസ് അല്ല. ഫ്രേസ് അല്ലെങ്കിൽ എന്താണ്? നൗണുമായി ബന്ധപ്പെട്ടതും അഡ്ജക്റ്റീവുമായി ബന്ധപ്പെട്ടതും ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അത് ക്ലോസ് ആണെന്ന് പറയാം. അല്ലാതെ ഒരു ഓപ്ഷൻ എന്താണ്? അവിടെ റിലേറ്റഡ് പ്രോണൗൺ യൂസ് ചെയ്തിട്ടുണ്ട് ദാറ്റ്, അതിന് ശേഷമാണ് ഒരു സബ്ജക്റ്റും ഒരു വെർബും വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് എന്താണ്? ക്ലോസ് ആണ് എന്ന് മനസ്സിലാക്കാം. റിലേറ്റീവ് പ്രോനൗൺ ഉള്ളതൊക്കെ അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. റിലേറ്റീവ് പ്രോനൗൺ ഉള്ളതൊന്നും അഡ്ജക്റ്റീവ് ക്ലോസ് അല്ല. കാരണം സബോർഡിനേറ്റ് കൺജക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. സബോർഡിനേറ്റ് കൺജക്ഷനിലും ഈ പറയുന്ന ടാക്സ് ഒക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം അങ്ങനെ ദാറ്റ്സ് ഒക്കെ വരുന്നത് ക്ലോസ് ആണോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയാണ്, അഡ്ജക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാം. പറയുന്ന കാര്യം അല്ലെങ്കിൽ സെന്റൻസ് അഡ്ജക്റ്റീവിനെ ബേസ് ചെയ്താണോ പറയുന്നത് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി അഡ്ജക്റ്റീവ് ആണ് എന്ന് മനസ്സിലായാല് പിന്നെ നോക്കേണ്ടത് ഫ്രേസ് ആണെന്നാണ്. ഫ്രേസ് അല്ലെങ്കിൽ അത് ഒബ്വിയസ്ലി എന്താണ്? ക്ലോസ് ആണ്. അങ്ങനെയും നമുക്ക് പഠിക്കാൻ പറ്റും. ക്ലിയർ? മനസ്സിലായോ? ഇതാണ് അഡ്ജക്റ്റീവ് ക്ലോസ്. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് നമുക്ക് അഡ്ജക്റ്റീവും ആഡ്വർബും എല്ലാം എടുത്തതിന് ശേഷം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് അഡ്ജക്റ്റീവ് ക്ലോസും ആഡ്വർബ് ക്ലോസും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലിയർ ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണോ? അഡ്ജക്റ്റീവ് ക്ലോസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി സെന്റൻസ് എഴുതിക്കോളൂ കേട്ടോ. Do you know the woman whose picture is in the magazine? Question mark. Do you know the woman whose picture is in the magazine?
ഈ സെന്റൻസിൽ ഏതാണ് ക്ലോസ്? ക്ലോസ് പോർഷൻ ഏതാണ് പറഞ്ഞേ? Whose picture ഇതാണ് in the whose picture in the magazine? Whose picture in the magazine? റിലേറ്റീവ് പ്രോണൗൺ ആയ ഹൂസിന് ശേഷം വരുന്നതാണ്. ഹൂസും ഹൂസിന് ശേഷം വരുന്ന സെന്റൻസ് ആണ് എന്ത് ക്ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇതാണ് എന്ത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആൻഡ് അഡ്ജക്റ്റീവ് ക്ലോസ്. ഇത്രയുള്ള ഒരു ചാപ്റ്റർ മനസ്സിലായോ? ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടും കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അടുത്ത ചാപ്റ്റർ എടുത്തിട്ട് അതുമായി കണക്ട് ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കാം. കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് പ്രസന്റ് ചെയ്യണം. അഡ്ജക്റ്റീവ് എന്താണ്, ഫ്രേസ് എന്താണ്, ക്ലോസ് എന്താണ്, നിങ്ങൾക്ക് മനസ്സിലായത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പ്രസന്റ് ചെയ്യൂ കേട്ടോ. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. വിത്ത് എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ പ്രസന്റ് ചെയ്യണം. എല്ലാവരും മാക്സിമം ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല ഇംഗ്ലീഷിൽ തന്നെ ചെയ്യാൻ നോക്കാം. പൊട്ടത്തെറ്റി പറയും. മിസ് ഈ ക്ലോസ് അഡ്ജക്റ്റീവ് ക്ലോസ് ഇല്ലേ, അതിലിപ്പോ ഒരെണ്ണം ഇപ്പോ ഈ ബോട്ട്, പിന്നെ ഈ വോസ്, അതേപോലെ ഇനി വേറെ ഏതെല്ലാം വരുവാന്നുള്ളത് മിസ് ഒന്ന് പറഞ്ഞുതരും. റിലേറ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണ് മറന്നുപോയോ? അതിന് ടെസ്റ്റ് നോക്കണം മിസ്സേ, ഞാൻ ടെസ്റ്റ് എടുക്കാത്ത. നോക്കണം, അല്ലാതെ അറിയില്ല. കൊള്ളാട്ടോ, ഇങ്ങനെയാ പഠിക്കണേ. Whose, that, which were. Whom, Yeah, who, whose, which, all that. റിലേറ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണെന്ന് അറിയില്ല. കൊള്ളാം. പഠിച്ചതൊക്കെ ഇവിടെ മറന്നു പോവാണെങ്കിൽ ടെൻസ് എത്തുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? വയസ്സായില്ലേ എല്ലാവരും പറയുന്ന ഒരു റീസൺ ആണ് വയസ്സായില്ലെന്ന്. വയസ്സായത് നമ്മുടെ മനസ്സിനാണ് കേട്ടോ, ബ്രെയിനൊന്നും വയസ്സില്ല. നമ്മളത് യൂസ് ചെയ്യുന്നതോറും അത് കുറച്ചുകൂടെ പവർഫുൾ ആകുകയുള്ളൂ. ഒരിക്കലും വയസ്സായി എന്ന് പറയാൻ പറ്റില്ല, മണ്ടത്തരാണ്. ഒരിക്കലും നമ്മുടെ മൈൻഡില് ആ ഒരു ഏജ് അറിയിക്കരുത്. ഓക്കെ, നമ്മുടെ എപ്പോഴും ചെറുപ്പമാണെന്ന് ചിന്തിക്കൂ. സെറ്റാണ്. ഈ പാസ്റ്റൻസ് വരുന്നതൊക്കെ ക്ലോസ് ആവോ? പാസ്റ്റൻസോ? അങ്ങനെ പറയാൻ പറ്റില്ലാന്നേ, അങ്ങനെയും പറയാൻ പറ്റില്ല. അപ്പൊ ചെയ്യേണ്ടത് സെന്റൻസ് മനസ്സിലാക്കുക. സെന്റൻസിൽ പറയുന്നത് നൗൺ ആണ്, ഒരാളുടെ ബേസ് ചെയ്താണ് പറയുന്നത് നോക്കാം. ദെൻ റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടെങ്കിൽ ഓക്കെ, അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് നൗണിനെ ബേസ് ചെയ്ത് പറയുന്നതാണോ നോക്കണം. ഓക്കെ, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ക്ലോസ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരൂ. ഇതാണ് ക്ലോസ് ഡെഫിനിഷനോ? ക്ലോസിന് പ്രത്യേകിച്ച് ഡെഫിനിഷൻ ഒന്നും പറയാനില്ല. നിങ്ങൾ ഡെഫിനിഷൻ നോക്കിയെങ്കിൽ ഇതിന്റെ കാര്യമില്ല കേട്ടോ. ഇത് എങ്ങനെ വന്നാലും കൺഫ്യൂസിങ് ആണ്. കാരണം നമ്മൾ ഒരു ചാപ്റ്റർ മാത്രം പറയുമ്പോഴാണ് അത് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നത്. ആഡ്വേർബ് വെച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ആ ചാപ്റ്റർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2 ചാപ്റ്റർ കൊണ്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. എന്തായാലും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഡൗട്ട് നിങ്ങൾ വെച്ചിരിക്കേണ്ട, ക്ലിയർ ചെയ്ത് തരാം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ടെൻസ് പഠിച്ചതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ അത് ക്ലിയർ ചെയ്യാം. ടെൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ ഈ സെന്റൻസിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ടെൻസ് പഠിക്കുമ്പോൾ അതും ക്ലിയർ ആകും. ഓക്കെ, അതുകൊണ്ട് ടെൻസ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വരാം. അതുകൊണ്ട് ആ ഒരു പേര് വേണ്ട, ആർക്കും അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങനെയാ പറഞ്ഞത്. എല്ലാവർക്കും ഡൗട്ട് ആണത് ഈ പറയുന്ന 6, 7, 8. അതിൽ 7 ഞാൻ വിട്ടു. 7 കോട്ട് ചെയ്യാൻ വെച്ചു, 7 ഇല്ല. അപ്പൊ 6 and 8 ഫ്രേസ് വരെ എല്ലാവർക്കും ഓക്കെയാണ്. ക്ലോസിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ സെന്റൻസിന്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മീനിങ് ഐഡന്റിഫൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് മെയിൻ ഇഷ്യൂ അത് തന്നെയാണ്. നമ്മുടെ ആ മീനിങ് മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അഡ്ജക്റ്റീവ് ആണ്, ആഡ്വേർബ് ആണ്, നമുക്ക് ക്ലിയർ ആകും. അങ്ങനെ ക്ലിയർ ചെയ്യാൻ തന്നെ നമുക്ക് ക്ലോസ് ഈസിലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ടെൻസ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കി തരാം. ഓക്കെ, പിന്നെന്താ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്
ഒരു ഒരു സെന്റൻസിൽ ഒരു അഡ്ജക്റ്റീവും ഒരു റിലേറ്റീവ് പ്രോനൗണും കൂടെ വന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂലേ അഡ്ജക്റ്റീവ് ക്ലോസ് ആണെന്ന്? അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് അഡ്ജക്റ്റീവ് ആണോ നോക്കാം, റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് ക്ലോസ് ആണ്, അങ്ങനെ മനസ്സിലാക്കാം. അല്ലാതെ ഫസ്റ്റ് തന്നെ റിലേറ്റീവ് പ്രോനൗൺ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയാൻ പറ്റില്ല. ആദ്യം നോക്കേണ്ടത് സെന്റൻസ് അഡ്ജക്റ്റീവ് ആണോ നോക്കാം, അഡ്ജക്റ്റീവിന്റെ ബേസ് ചെയ്തിട്ടാണ് പറയണം നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ, അഡ്ജക്റ്റീവില് കണക്ട് ചെയ്ത് വരുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതിൽ റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അത്രേ ഉള്ളൂ, അങ്ങനെ പഠിക്കാം ഈസി. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഓക്കെ, ട്രിക്കാണ്, ട്രിക്കിൽ പഠിക്കും. അല്ല ഡെഫിനിഷൻ വെച്ചൊന്നും നിങ്ങൾക്കത് അറിയില്ല, എങ്ങനെയാ ഡെഫിനിഷൻ ഒക്കെ പറയാം. ട്രിക്കിൽ പഠിക്കും, അത് മനസ്സിലാക്കി പഠിക്കേണ്ട ഒന്നാണ് കേട്ടോ. കാരണം നിങ്ങൾ എത്രയും മനസ്സിലാക്കിയാൽ മതി. റിലേറ്റീവ് പ്രോണൗൺ ഉദ്ദേശിക്കുന്നത് എന്താണ്? റിലേറ്റീവ് പ്രോണൗൺ നമ്മളിപ്പോ ഹൂ, ഹൂം, വെയർ, വിച്ച്, ദാറ്റ് ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നൗണിനെ ബേസ് ചെയ്ത് പറയാനാണ്. നൗണിനെയോ പ്രോണൗണിനെയോ ബേസ് ചെയ്ത് പറയാനാണ് ഈ കാണുന്ന വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ ഹി ഓർ ഷീ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക, അത് പ്രോണൗൺ ആണ്. ഇനിയിപ്പോ പേര് വന്നാലും അതൊരു നൗൺ ആണ്. ഓക്കെ, ആ നൗണിനെ നമ്മൾ യൂസ് ചെയ്ത് പറയണമെങ്കിൽ അത് ഹൂവോ, ഹൂമോ, വെയറോ, വിച്ചോ, ദാറ്റോ വേണം റിലേറ്റീവ് പ്രോണൗൺ ആയിട്ട്, അല്ലേ? അത്രേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കാം. അപ്പൊ അത് നൗൺ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇതിൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത് സബോർഡിനേറ്റീവ് കൺജക്ഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതിൽ ഈ ദാറ്റ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് അപ്പോഴാണ് കുറച്ച് കൺഫ്യൂഷൻ വരാം. അപ്പൊ ഇങ്ങനെ ചിന്തിക്കൂ, അഡ്ജക്റ്റീവ് ആണോ നോക്കാം, റിലേറ്റീവ് പ്രോണൗൺ ആണോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഓക്കെ, ദാറ്റ്സ് ആ ഈസി മെത്തേഡ്. പിന്നെ എന്താണ് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ ചാപ്റ്റർ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി അഡ്ജക്റ്റീവ് ചാപ്റ്റർ. ഇനി നെക്സ്റ്റ് അഡ്വേർബ് ആണ്. സോ അഡ്വേർബിന് ആരെങ്കിലും പ്രിപ്പയർ ആണോ? അല്ലല്ലോ അല്ലേ? അല്ല. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു എന്റെ ക്ലാസ് എന്തോ മോക്ക് ടെക്സ്റ്റ് ഉടനെ ഉണ്ടാവോ? ഇല്ല, നാളെ വരും. അച്ഛൻ്റെ ഇത് നോക്കൂ, ഇപ്പൊ കുറച്ച് ക്ലിയർ ആവാലോ, മനസ്സിലാവും. മോക്ക് ടെസ്റ്റിൽ ഫുൾ മാർക്ക് ആയിരിക്കും മിസ്സേ. ഒരെണ്ണത്തിന് 0 ആണെങ്കിൽ അടുത്തതിന് ഫുള്ളും ആകും. റിപ്പീറ്റ് ചെയ്യാലോ. എന്തായാലും ഇംഗ്ലീഷിനെ കുറിച്ച് പേടിക്കണ്ട, മിക്കവർക്കും ഇംഗ്ലീഷിന് മാർക്ക് ഉണ്ട്. ക്ലാസ്സില് ലൈവ് ക്ലാസ്സില് കണ്ടിന്യൂസ്ലി അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന് ഒരിക്കലും മാർക്ക് കുറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല മാർക്ക് ഉണ്ട്. ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്ന് പറഞ്ഞവർക്ക് പോലും ഇംഗ്ലീഷ് നല്ല മാർക്ക് ഉണ്ട്, നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. സോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അറിയുള്ളൂ പോലെ. പിന്നെ മൺഡേ നിങ്ങൾക്ക് ആരാണ്? മൺഡേ ജിഷ മാം ലീവ് ആണ്. സോ ഞാനായിരിക്കും മൺഡേ. അതുകൊണ്ട് അഡ്വേർബ് മൺഡേ നോക്കിയിട്ട് വരണം. ഇനി ഞാൻ വരുമ്പോഴേക്കും മിസ്സായിരുന്നു, മിസ്സേ ഞാൻ അറിഞ്ഞില്ല. പക്ഷേ മിസ് ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആയിട്ടാ. ക്ലാസ്സിൽ നമ്മളിങ്ങനെ എപ്പോഴും അറ്റൻഡ് ചെയ്യുന്നേരം നമുക്ക് അതിൻ്റെതായ മാറ്റമുണ്ട്. കാരണം ഞാനിപ്പോ കഴിഞ്ഞ അപർണ മിസ്സിന്റെ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത്, സാധാരണ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ച് വിഷമം എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ. അപ്പോ 5 or 6 മാർക്കൊക്കെ എനിക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് 13 മാർക്ക്, 15ൽ 13 കറക്റ്റ് എനിക്ക് കിട്ടി. ആ ഒരു ഇംഗ്ലീഷ് എനിക്കിപ്പോ കുറെയെല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയി എനിക്ക് അന്നേരം. നമ്മൾ പഠിക്കാൻ തുടങ്ങി, അതാണ് സത്യം. അതെ, നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി. വെറുതെ പഠിക്കാനല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി. ഇംഗ്ലീഷിനോട് ചെറിയ ഇഷ്ടം വന്നു തുടങ്ങി എല്ലാവർക്കും. അത് എന്നോടുള്ള ഇഷ്ടമായിരിക്കാം മേ ബി. സത്യം മിസ്സിന് മിസ്സുമാരെ ഇഷ്ടപ്പെടുമല്ലേ നമ്മൾ ആ വിഷയത്തിനെയും കൂടുതൽ ഇഷ്ടമായതിന്. അതെ അതെ, എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞ് പിന്നെ അതേ പിടിച്ചു. സ്കൂൾ പഠിക്കുന്ന കാലത്തെ അങ്ങനെയാ. നമ്മുടെ മിസ് നല്ല സീറ്റ് ആണെങ്കിൽ നമ്മൾ ആ വിഷയത്തിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും. അങ്ങനെ ഞാൻ അന്ന് മുതലേ പഠിക്കല്ലേ ഈ ഒരു നമുക്കുള്ള ചാപ്റ്റേഴ്സ്, ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലല്ലോ. മിസ് പോക്കാണെങ്കിൽ പിന്നെ ആ വിഷയത്തിന്റെ കാര്യം നോക്കണ്ട. അപ്പോ ഇംഗ്ലീഷ് എന്തായാലും പഠിക്കും നിങ്ങൾ. ടെൻസ് ഒക്കെ രസമാണ് കേട്ടോ.
എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ. ലൈവ് ക്ലാസ്, ഇംഗ്ലീഷ് ക്ലാസ് ഒരിക്കലും മിസ് ചെയ്യും. ഇംഗ്ലീഷ് ക്ലാസ് എന്നല്ല, എല്ലാ ക്ലാസ് ലൈവ് ക്ലാസ് എൻജോയ് ചെയ്ത് ജോലി ചെയ്യുക എല്ലാവരും. പെട്ടെന്ന് കംപ്ലീറ്റ് ആവുന്ന കോഴ്സ് ഒക്കെ ഇപ്പൊ തന്നെ തീരും. നേരത്തെ ഇനി ചുമ്മാ ഇരിക്കേണ്ടിയൊക്കെ വരുമ്പോ ആലോചിക്കും, എന്നാണ് ക്ലാസ്സിൽ ജോലി ചെയ്താൽ മതിയായിരുന്നു, മിസ് ചെയ്യുന്നു. അതുകൊണ്ട് എപ്പോഴും ലൈവ് ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്ത് കൂടെ ഇരുന്ന് പറയുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം ചെയ്ത് പഠിക്കാം. ക്ലാസ് എത്ര നാളും കൂടെ തിയറി ക്ലാസ്സിന് എത്ര കൂടെ ഉണ്ട്? തിയറി ക്ലാസ്സോ ഇംഗ്ലീഷ് ആണോ? മൊത്തം തിയറി ക്ലാസ് എത്ര ഉണ്ടെന്ന് കഴിയാറായ? ഇനി ഒരുപാടുണ്ടോ? കഴിയാറായിരുന്നോ? എന്താ ചോദ്യം. നമ്മുടെ ഇപ്പൊ എന്റെ ഇംഗ്ലീഷ് ക്ലാസ് ആണെങ്കിൽ ഞാൻ പറയാം, എനിക്ക് തിയറി പോർഷൻ ആണ് കൂടുതൽ. കാരണം എനിക്ക് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പഠിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്ക് നടക്കുമെന്ന് വലിയ സംശയമാണ്. കാരണം ഗ്രാമർ ഒട്ടും അറിയാത്തവരുണ്ട്. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഗ്രാമർ പഠിപ്പിക്കേണ്ടതാണ്. ഗ്രാമർ നമ്മൾ അത്രയും തറായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ബൈഹാർട്ടല്ലാതെ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് കുറച്ചെങ്കിലും സെന്റൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ ആ പറയാൻ പറ്റുന്ന ടൈം നമുക്ക് കിട്ടുമോ എന്നൊന്നും അറിയില്ല. എനിക്ക് സ്പീഡിൽ എടുക്കാനും പറ്റില്ല. ഇപ്പൊ സ്പീഡിൽ എടുത്ത് പോവാം, എളുപ്പമായിട്ട് എനിക്ക് സ്പീഡിൽ എടുത്ത് പോവാം. ആഡ്വേർബ് ഒക്കെ ഞാൻ ഇപ്പോ എനിക്ക് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ഞാൻ ആഡ്വേർബ് ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് കാര്യമില്ല. നിനക്കത് മനസ്സിലാകണം, മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെ പോകുമ്പോൾ എനിക്ക് മിക്കപ്പോഴും മോണ്ടിസോറിയില് അങ്ങനെ കമ്മ്യൂണിക്കേഷന് സമയം പൊതുവേ കിട്ടാറില്ല കേട്ടോ. സത്യം പറയാലോ, കിട്ടാറില്ല. മാം, നമ്മൾ ഇതില് പ്ലേസിൽ വരുമ്പോഴേ വേർന്ന് വരുമ്പോ അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആയിട്ട് വരുമോ? അതായത് ഇപ്പൊ പ്ലേസ് പറയില്ലേ, പ്ലേസ്, അപ്പൊ വേർന്നൊക്കെ വരില്ലേ? അപ്പൊ അതിൽ അഡ്ജക്റ്റീവ് ക്ലോസ് പറയാൻ പറ്റൂല്ലേ? പക്ഷേ നമ്മൾ പ്ലേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കണം പറയേണ്ടത്. പ്ലേസിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് പറയേണ്ടി വരും. ഓക്കെ, അങ്ങനെ പറയുമ്പോഴും ഇപ്പോ എറണാകുളം ബ്യൂട്ടിഫുൾ സിറ്റിയോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റോ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്, പ്ലേസ് പറയും. പക്ഷെ അങ്ങനെ പ്ലേസ് ആയിട്ട് ചോദിച്ചത് വരെ കണ്ടിട്ടില്ല. ചാൻസ് ഉണ്ടാവില്ല അല്ലെ? കുറവാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ വരാറില്ല. അതുകൊണ്ട് ആ ഒരു പേടി വരുന്നില്ല. മിസ്സാണോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കല്ലേ മിസ്സേ? ഒന്നും ഞാൻ പറയില്ല. കൈക്കൂലി എന്തോ കൈക്കൂലി തരാന്ന് ആലോചിക്കാൻ നമുക്ക് ആലോചിക്കാം. ആരെ കേൾക്കണ്ട, സീക്രട്ട് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങൾ എക്സാമിനെ കുറിച്ച് ടെൻഷൻ എടുക്കണം കേട്ടോ. പക്ഷെ നിങ്ങൾ ഇതെല്ലാം പഠിക്കണം. എക്സാം നിങ്ങൾ എന്തായാലും പാസ്സാകും, അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടാകും, അത് ഷുവറാണ്. അത് വിട്ടേക്കോ, അത് എനിക്ക് വിട്ടേക്കോ. എക്സാമിന് വേണ്ടി പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ചെയ്യും. പക്ഷെ ഇതെല്ലാം പഠിക്കണം, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. കാരണം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിച്ചു പോകണം. കാരണം നിങ്ങൾക്ക് ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വീട്ടില് വെക്കാനുള്ള ഫയലില് എണ്ണം കൂട്ടാനാണോ? അല്ല, ടീച്ചർ ആകണ്ടേ? ടീച്ചർ ആകണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. സോ നന്നായിട്ട് പഠിക്കും. ഓക്കെ, ടീച്ചർ ആകാനുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങൾ തരും. പക്ഷെ ഒരു നല്ലൊരു ടീച്ചർ ആക്കുന്നത് നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾ അത് ഹാർഡ് വർക്ക് ചെയ്യണം. ഒരുപാട് എല്ലാം ബാച്ച് ചെയ്ത ഒരുപാട് പേര് എന്താണ് ഇപ്പൊ എല്ലാവരും ടീച്ചറാണ്. ഭയങ്കര സന്തോഷമാണ് എല്ലാവരും. മിസ്സിനെ കാണാൻ പറ്റും നമുക്ക്. എന്തോ നമ്മളിപ്പോ ടീച്ചർ ആയി കഴിഞ്ഞാല് മിസ്സിനെ കാണാൻ പറ്റുമോന്ന്? പിന്നെ കാണാലോ. ഇനിയിപ്പോ എന്താ നമ്പർ എന്തരാ? താങ്ക് യു. അല്ല മിസ് തിരിച്ചു വരണം നോക്ക്. എന്നിട്ട് അങ്ങനെ കാണുമ്പോ ഒരു സന്തോഷം തന്നെയല്ലേ? ഞാൻ മിക്ക ക്ലാസ്സിലും എല്ലാവരും ചോദിക്കും കേട്ടോ. അപ്പൊ ഇൻസ്റ്റയിൽ മിക്ക ഒരു ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം സ്മാർട്ട് ശ്രീ ഡാൻസ് ഉള്ളായിരുന്നു. ഏതോ ഡാൻസ് മിസ്സിന്റെ സൂപ്പറാണ്. നല്ല രസമുണ്ടായിരുന്നു. സത്യം നല്ല രസമുണ്ടായിരുന്നു.
ഞാൻ എല്ലാ ക്ലാസ്സിലും എല്ലാ പിന്നോട് പറയും മിസ് നന്നായിട്ട് കളിച്ചില്ല, മിസ് നന്നായിട്ട് ചിരിച്ച് കളിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചിരിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, സ്റ്റെപ്പ് തെറ്റി, നൈസായിട്ട് സ്റ്റെപ്പ് തെറ്റി, ഞാൻ മറന്നുപോയി. അതാണ് ഞാൻ അവിടെ തപ്പിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് തെറ്റുമില്ലായിരുന്നു പക്ഷെ തീരല്ലേന്ന് വിചാരിച്ചു. ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ, നല്ല റീജു അങ്ങ് സോപ്പിടിയില്ല. അല്ല മിസ്സേ, സത്യം ഞാൻ മോശമായ കാര്യങ്ങൾ അപ്പൊ തന്നെ ഞാൻ തിരിച്ചറി. നല്ലതാണ് നല്ലത് എന്ന് പറയും. ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങളുടെ കമന്റ്സ് കാണുന്നുണ്ട്, കുറച്ചുകൂടെ കമന്റ് ചെയ്യുന്നുണ്ട്. കമന്റ് ചെയ്യൂ, ഇപ്പൊ നമുക്ക് അറിയാലോ കമന്റ്സ് വരുന്നുണ്ട്. കൊള്ളാം. പിന്നെന്താ ഡാൻസ്, അതിൽ നല്ല കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരത് എടുത്തിട്ട് എന്ത് ചെയ്യാനാ, സ്റ്റെപ്പ് തെറ്റിച്ച് കറക്റ്റ് ആയിട്ട് അവരെടുത്തിട്ടു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സിനെ ഫോളോ ചെയ്യുന്നത് കുറച്ച് പേര്. അപ്പോ ഇതേപോലെ സ്റ്റുഡൻസ് ആണ്, എല്ലാ ഫോളോവേഴ്സും മിക്കതും സ്റ്റുഡൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞല്ലോ എന്റെ ബർത്ത്ഡേ കാണും. സോ അവര് എല്ലാവരും പറയുന്നത് മിസ്സിനെ ഇനി കോഴ്സ് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് കുറച്ച് മെസ്സേജ് ചെയ്യും നമുക്ക്. അപ്പോ നമ്പർ ചോദിക്കും. ഞാൻ നമ്പർ തരാൻ പറ്റില്ല, കാരണം നമ്മൾ ക്ലാസ്സില് ഇപ്പൊ കോഴ്സ് നമ്മൾ ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം. ടൈമില് നമ്പർ തരുന്നത്, നമ്പർ തരുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്പർ തരുന്നത് നമുക്ക് അലോ അല്ല. ജിഷ മിസ്സിന് നമ്പർ ഉണ്ടെങ്കിൽ പോലും ജിഷ മിസ് അത് കണക്ട് ചെയ്യാനേ പറയും. പക്ഷെ എല്ലാ ടീച്ചേഴ്സിന് നമ്പർ തരുമ്പോൾ അത്രയും പോസിബിൾ അല്ല. അതുകൊണ്ട് ഞാൻ പറയും കോഴ്സ് കംപ്ലീറ്റ് ആവട്ടെ, കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാണെങ്കിൽ പോലും ഇത് ഓർത്ത് വെച്ച കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. കോഴ്സ് കഴിഞ്ഞ അപ്പോ തന്നെ മിസ് കോഴ്സ് കഴിഞ്ഞ് എനിക്ക് നമ്പർ തരാൻ, കഴിഞ്ഞ പ്രാവശ്യം ഈ കുറച്ച് ദിവസത്തിന് മുന്നേ എന്നോട് ചോദിച്ചാണ് മിസ് കോഴ്സ് കഴിഞ്ഞ് നമ്പർ താ. ഞാൻ നമ്പർ കൊടുത്തു. സോ സംസാരിക്കുന്നുണ്ട്, അങ്ങനെ ഒരു കണക്ഷൻ. ഞാൻ അപ്പോ ഇപ്പോഴും ഞാൻ അതാ ഓർത്തേട്ടോ, അങ്ങനെ പറഞ്ഞപ്പോ എല്ലാരും ഓർത്ത് വെച്ചിട്ട് നമ്പർ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇൻസ്റ്റ ഐ ഡി ഞാൻ ഇത്രയും പബ്ലിക്കായിട്ട് ഞാൻ പറയും, എന്നിട്ട് വേണം കണ്ടുപിടിക്കും. ഇൻസ്റ്റ ഐ ഡി കണ്ടുപിടിക്കും. സ്മാർട്ട് സിറ്റി ഫോളോ ചെയ്യുന്നതിന് ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും നിർത്തിയിട്ട്. ഓക്കെ, അപ്പോ എന്താണ് അഡ്ജക്റ്റീവിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അഡ്ജക്റ്റീവ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. പിന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് അത്രയും പോസിബിൾ അല്ല കേട്ടോ. അതിലൊന്നും നിങ്ങൾ വിചാരിക്കരുത് അയ്യോ മിസ് ഒരു കമ്മ്യൂണിക്കേഷൻ പഠിപ്പിച്ചില്ലല്ലോ ഒന്നും ചിന്തിക്കേണ്ട. അതിനുള്ള സമയം ഇല്ല. അറിയാലോ നിങ്ങൾക്ക്, ഞാൻ സ്പീഡിൽ പോണോ അല്ലെങ്കിൽ സ്ലോവിൽ പോണോ, എന്താ ചെയ്യണ്ടേ നിങ്ങൾ തന്നെ. സ്ലോയിൽ പോയാൽ മതി സർ. കാരണം ഇത്രയും ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് ഇപ്പോ പ്രിപ്പോസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഭയങ്കര, അതൊക്കെ പഠിക്കാതെ നമുക്ക് സെന്റൻസ് പറയാനേ പറ്റില്ല. അതും പ്രപ്പോസിഷൻ ആണെങ്കിൽ തന്നെ കുറച്ചേ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ. ഒരുപാട് പഠിക്കാനുണ്ട്. ടെക്സ്റ്റ്, നിങ്ങളുടെ ടെക്സ്റ്റ് വളരെ ചെറുതാണ് കേട്ടോ. ഒട്ടും അതില് ബേസിക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് ബേസിക് തന്നെ പഠിക്കണം അല്ലെ. ബേസിക് പഠിച്ചാൽ മാത്രമാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ബേസിക് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ അറിയേണ്ടതാണ്. നിങ്ങൾ സ്വയം കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. അതിപ്പോ ഓർത്തിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, കുറച്ചെങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ക്ലാസ്സില് സപ്പോസ് പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിവൈൻഡ് ചെയ്യും, റിവിഷൻ ചെയ്യാറുണ്ട്. റിവിഷൻ മസ്റ്റ് ആണ്, എല്ലാവരെയും പറയും റിവിഷൻ ചെയ്യാൻ പറയും. സോ റിവിഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് മിസ് അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് ഇമ്പോർട്ടന്റ്, നമ്മൾ ഏതൊക്കെ പോർഷൻ പഠിക്കണം. സോ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ് ഞാൻ പൊതുവേ ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാ ക്ലാസ്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സാമിന് വേണ്ടി തന്നെ ഒരു ക്ലാസ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഫോണിക്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ, അതിന് മുൻപായിട്ട് തന്നെ പോർഷൻ ഒക്കെ തീർന്ന് സമയം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡെയിലി സെന്റൻസ് നമുക്ക് പഠിക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഡെയിലി സെന്റൻസ് കുറച്ച് നോട്ട്സ് തരാം. എല്ലാം സമയം ഉണ്ടെങ്കിൽ മാത്രം. MT8 ഞാൻ പറയാറില്ല, MT8 ബാച്ചിന് ഒട്ടും സമയം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒട്ടും സമയം ഉണ്ടായിരുന്നു. പോർഷൻസ് വേഗം പെട്ടെന്ന് തീർന്നല്ല, ക്ലാസ് എല്ലാം എടുത്തു. പക്ഷെ അവർ ഭയങ്കര ആക്റ്റീവായ സ്റ്റുഡൻസ് ആയിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴൊക്കെ തന്നെയായിരുന്നു ആക്റ്റീവ് ആയിരുന്നു. സോ പോർഷൻ വേഗം കഴിഞ്ഞു. കോൺടെക്സ്റ്റ് ക്ലാസ് കഴിഞ്ഞ് എനിക്ക് വേറെ എക്സ്ട്രാ ആയിട്ട് അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റി. ഓരോ ബാച്ചും അങ്ങനെയാണ് കേട്ടോ. എല്ലാ ബാച്ചിലും എപ്പോഴും ഒരേപോലെ സംഭവിക്കണമെന്നില്ല. പക്ഷെ ചില ബാച്ച് ഒട്ടും സംസാരിക്കാത്ത, ആക്റ്റീവ് അല്ലാത്ത ബാച്ച് നമ്മള് പോർഷൻസ് വേഗം തീരും. കാരണം അവർ ആക്റ്റീവ് അല്ല, അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല പൊതുവെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും പോർഷൻസ് എടുക്കും. നമുക്ക് വെറുതെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത് കാര്യമല്ലോ.
പോർഷൻസ് എടുക്കും, അല്ലാതെ എക്സ്ട്രാ നോട്ട്സ് അങ്ങനെ തന്നെ പോകും. പക്ഷെ ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, കൂടുതൽ നിങ്ങൾ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റും. ഇപ്പൊ ആക്റ്റീവ് അല്ലാത്തവർക്ക് പറയുകയാണെങ്കിൽ അവർക്ക് ആക്ടിവിറ്റീസ് ഒന്നും അധികം നമ്മൾ കൊടുക്കാൻ പറ്റില്ല, കാരണം അവർ സംസാരിക്കില്ലെന്ന്. ഇതിനെ കുറിച്ച് ബാച്ച് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ ഒരു ബാച്ച് ഉണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അവർ സംസാരിക്കില്ല. 1-2 പേര് മാത്രമേ ഉണ്ടാകൂ. ക്ലാസ്സിലാണെങ്കിൽ കുറച്ച് പേരെ ഉണ്ടാകുള്ളൂ, ബാക്കി എല്ലാവരും ഇപ്പൊ ക്ലാസ് കാണുന്നവരായിരിക്കും. സോ നമ്മൾ എന്ത് ആക്ടിവിറ്റി കൊടുത്താലും 1-2 പേര് മാത്രമേ അറ്റൻഡ് ചെയ്യൂ, ബാക്കി ആരും ഒന്നും. അങ്ങനെയുള്ള ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുന്നത് നിർത്തും. ക്ലാസ് ആണെങ്കിൽ അവർക്ക് നമ്മൾ ക്ലാസ് ഒന്നും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പക്ഷെ നല്ല ആക്റ്റീവായ ഒരു ബാച്ച് ആണെങ്കിൽ അവർ ഒരുപാട് ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യാം. അത്യാവശ്യം കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യും, ക്ലാസ് എടുക്കും, ടോപ്പിക് പ്രസന്റ് ചെയ്യും. അല്ലാതെ എന്തെങ്കിലും ഞാൻ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആണ്, റീഡിംഗ് ആണ്, റൈറ്റിംഗ് ആണ് കൊടുക്കാറുണ്ട്. സോ അവര് പറയുന്ന ഒരു കാര്യം, ക്ലാസ് എടുക്കാൻ പോയപ്പോ അവർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറയും. കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആയി, നമുക്ക് സംസാരിക്കാൻ പറ്റും, എന്നെക്കൊണ്ട് എല്ലാം പറ്റും എന്നൊരു തോന്നൽ അവർക്ക് വന്നു. അപ്പോ രണ്ടിന്റേതായ എന്താണ് മെറിറ്റ്സും ഡിമെറിറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ക്ലാസ് MTHന്റെ ക്ലാസ് എനിക്ക് എക്സ്ട്രാ ക്ലാസ് ഒന്നും കൊടുക്കാൻ പറ്റാനില്ല, കാരണം ആക്ടിവിറ്റീസ് ഒരുപാട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബാച്ചിൽ ഒരുപാട് പേര് പ്ലേസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, പിന്നെന്താ പറയൂ, എന്തെങ്കിലുമൊക്കെ പറയൂ, സമയമുണ്ടല്ലോ. അഡ്വേർബ് എടുക്കാൻ നോക്കണോട്ടോ എല്ലാവരും. നന്നായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് എടുക്കും. ലൈക്ക് ടീച്ചർ നമുക്ക് എങ്ങനെയാണ് KG സെക്ഷനിലൊക്കെ വന്നിട്ട് ഒരു കുഞ്ഞിക്കുട്ടിയായിട്ട് കണ്ടാൽ മതി കേട്ടോ. അഡ്വേർബ് എടുക്കുന്ന ടീച്ചേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. കുഞ്ഞിക്കുട്ടിയായിട്ട് കാണാം, ആ രീതിയിൽ അവർക്ക് മനസ്സിലാവും. ശരിക്കും കുഞ്ഞിക്കുട്ടികളാണല്ലോ അല്ലെ, ബിഗിനേഴ്സ് ആണ്. സോ ആ രീതി തന്നെ കണ്ടിട്ട് ക്ലാസ് എടുക്കാൻ നോക്കാം കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ടെൻഷൻ ഒന്നും എടുക്കണ്ട, ഒരു ടെൻഷൻ എടുക്കണ്ട, കൂളായിട്ടിരുന്നു. അതുപോലെ തന്നെ ക്യാമറ ഓൺ ചെയ്യണം, ഫസ്റ്റ് ആണ് കേട്ടോ. ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ് എടുക്കും. അത് ക്യാമറ ഓൺ ചെയ്യാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ക്യാമറ ഓഫ് ആണ് കേട്ടോ, എന്റെ ക്യാമറ ഓഫ് ആണ്, ഞാൻ എന്നെ സംസാരിക്കുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? എന്തെങ്കിലും ഒരു മിസ്സിനെ കാണാൻ വല്ലാത്തൊരു ഡിസ്റ്റർബൻസ്. അതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ക്യാമറ ഓൺ ചെയ്യണം. ടീച്ചറെ കണ്ട് ക്ലാസ് കേൾക്കുന്നത് ഭയങ്കര രസമാണ്, കുറച്ചുകൂടെ ക്ലിയർ ആകാനും കാര്യങ്ങൾ കൺവേ ആകാനും കുറച്ച് രസമുണ്ട്. അതുകൊണ്ടാണ് ക്യാമറ ഓൺ ചെയ്യണം എന്ന് പറയുന്നത്. ക്യാമറ ഓൺ ചെയ്തിട്ട് ആ ഒരു പേടിയും കൂടെ നമ്മൾ മാറ്റണം. എല്ലാവരും നമ്മൾ ഫുള്ള് പേടി മാറ്റാം. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം പേടി മാറ്റണം. ഈ കോഴ്സിൽ നിങ്ങൾ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പയ്യെ പയ്യെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഷൈമ പറയൂ. അല്ല മാം, നമ്മള് ശരിക്കില്ലേ KG സെക്ഷനിലേക്ക് പോണ സമയത്ത് ഗ്രാമർ ഫുള്ളായി അല്ല, ഇപ്പൊ നമുക്ക് പഠിക്കണം, ആസ് എ ടീച്ചർ ആവുമ്പോ നമ്മളിത് പഠിക്കണം. KG സെക്ഷനിലേക്ക് നമ്മളത് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ ഗ്രാമറുകള്? KG സെക്ഷനിൽ ഗ്രാമർ എടുക്കില്ല, പക്ഷെ അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് കോണ്ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. നമ്മൾ പറയുന്ന ഒരു വേർഡ്സ് ആണെങ്കിലും ഒരു ലെറ്റേഴ്സ് ആണെങ്കിലും പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും ഇമ്പോർട്ടന്റ്. ഓരോ ലെറ്റേഴ്സ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ ആ ലെറ്റേഴ്സിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ്ലി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ പറയണം. പിന്നെ അവർക്ക് ചെറിയ ചെറിയ സ്റ്റോറീസും എല്ലാം ഉണ്ടാകുമല്ലോ. സോ അതൊക്കെ നമ്മള് എക്സ്ട്രാ ക്ലാസ് കൊടുത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു തെറ്റൊന്നുമില്ല. കുട്ടികൾ ഓക്കെയാണ്, കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ക്ലാസ് കൊടുക്കാമല്ലോ അല്ലെ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ മോണ്ടിസോറി എടുക്കുന്നുണ്ട്, HA എടുക്കുന്നുണ്ടെങ്കിൽ എന്നോട് ഇവിടുത്തെ മാനേജ്മെന്റ് ഇന്ന പോർഷൻസ് മാത്രം എടുത്താൽ മതി, ഇന്ന രീതിയിൽ മാത്രം ക്ലാസ് എടുത്താൽ മതി എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഒരു ടെക്സ്റ്റ് ഉണ്ട്, ആ ടെക്സ്റ്റ് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. സോ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ പറയും. എക്സ്ട്രാ ക്ലാസ് ആണെങ്കിൽ കൊടുക്കും. ഇപ്പൊ ഞാൻ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത് ആണോ? അല്ല, ശരിക്കും ഞാൻ ടെക്സ്റ്റ് പോലും വായിക്കാറില്ല. മനസ്സിലായോ? ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുക, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങള് എന്താണോ ടെക്സ്റ്റിലെ കണ്ടന്റ് എന്താണോ അത് ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് ചെയ്യുന്നത്. പക്ഷെ കൂടുതൽ നിങ്ങൾ ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആണ്. സോ നിങ്ങൾ എവിടെ ക്ലാസ് എടുക്കാൻ പറ്റും, KG ആയിക്കോട്ടെ ഏത് സെക്ഷൻ ആണെങ്കിലും ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എങ്ങനെ ക്ലാസ് എടുക്കണം, എങ്ങനെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള. പക്ഷെ ഇപ്പൊ ക്ലാസ് നമുക്ക് ഇതുവരെ എടുത്തു തന്നില്ലേ? അപ്പൊ ക്ലാസ് എടുത്തിട്ട് ഇപ്പൊ നമ്മൾ സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് അപ്പൊ നമുക്ക് അത് ബൈ ഹാർട്ട് ആകുന്നില്ല. അതൊരു പുതിയൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
കാരണം അപ്പഴത്തേക്ക് നമ്മൾ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അത് പഠിക്കുന്നുണ്ട് എന്താന്നുള്ളത്. സാധാരണ എല്ലാവരും ക്ലാസ് എടുത്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ അതവിടെ വിട്ട്. പക്ഷേ ഇത് നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് മിസ്സിന്റെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാല്. അതൊരു നല്ല കാര്യം. അതൊരു നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു സംഭവം അത്. താങ്ക് യു മിസ്സേ. ഓക്കെ, അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. പഠിച്ച കാര്യങ്ങൾ പറഞ്ഞാലല്ലേ നമ്മുടെ ബ്രെയിൻ അത് കേൾക്കും. മനസ്സിൽ പറയുന്ന പോലെയാണ് സൗണ്ടിൽ പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ഓക്കെ, ഉറക്കെ വായിച്ചാലും ഉറക്കെ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ അത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ഒരിക്കലും മറക്കില്ല. അത് ബൈഹാർട്ട് ചെയ്യുന്ന ഒരു കാര്യമില്ല, നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്ന കാര്യമാണ്. അതുപോലെ നമ്മൾ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. എന്റെ ക്ലാസ് അത്രയും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അത് മനസ്സിലായിട്ടാണ് നിങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നത്. അതിനർത്ഥം നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് തന്നെ എല്ലാം പഠിച്ചിട്ടുണ്ട്. അതാണ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ലാബില് സാറ് ഒരു ഇത് കാണിച്ചില്ല. അതിന്റെ ഒരു ഡെമോ എന്തായാലും ഓരോ കുട്ടികൾ ഓരോ പ്രാവശ്യം കാണിക്കണം ഓരോ ലാബിലും. അപ്പൊ ആ ഡെമോ കാണിക്കുമ്പോ നമുക്കത് മറക്കില്ല. നമ്മളെപ്പോഴും അത് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ ഓരോ ലാബിൽ പോകുമ്പോൾ ഫിസിക്സ് ആണെങ്കിലോ കെമിസ്ട്രി ആണെങ്കിലോ നമ്മൾ ആദ്യം സാർ നമുക്ക് കാണിച്ചു തരും. എന്തായാലും ഏതെങ്കിലും ഒരു കുട്ടികൾ 1 2 പിള്ളേർ അത് കാണിച്ചിരിക്കണം ആ ഡെമോ. അത് അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു +2 പഠിക്കുമ്പോഴേ. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കില്ല, അതങ്ങനെയാണ്. ഓക്കെ, പിന്നെ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് അല്ലാതെ ഒരുപാട് ആക്ടിവിറ്റീസ് തരുന്നുണ്ട്. മറ്റു ടീച്ചേഴ്സ് പിന്നെ മിസ് അന്ന് ക്രിസ്മസിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞത് യാത്രാ വിവരണം. അയ്യോ, യാത്രാ വിവരണം പറഞ്ഞത് അതെല്ലാം നമ്മൾ എഴുതി, അതെല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ? അതെല്ലാം ഓരോ സ്കില്ലാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ പറയിപ്പിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. മറ്റു ടീച്ചേഴ്സിന്റെ വർക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെന്ന് എനിക്കറിയാം. സോ ഉദ്ദേശിച്ച് പഠിക്കാൻ സമയമുണ്ടോ എന്ന് സംശയമാണെന്ന് എനിക്കറിയാം. സോ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിപ്പിച്ചിട്ട് പോകാം എന്നതാണ് ഞാൻ വിചാരിച്ചൊരു കാര്യം. ക്ലാസ്സിൽ വെച്ച് തന്നെ മാക്സിമം പഠിക്കുക. ഇപ്പൊ ഒബ്ജക്റ്റീവിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഒബ്ജക്റ്റീവ് പറയും. കാരണം ഒരുപാട് സമയം നമ്മൾ റിവൈൻഡ് ചെയ്ത് ഇതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ പറയും ഇപ്പൊ, ശരിയല്ലേ? ഓരോ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റ് ഒക്കെ വരുമ്പോ പറയും മാം. ഒന്നിച്ചിട്ട് വരുമ്പോഴാണ് കൺഫ്യൂഷൻ ആവണതേ. അത് കറക്റ്റ് ആണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു പേടി ചുമ്മാതാണ് കേട്ടോ. ഒന്നിച്ച് വരുമ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും, ഷുവർ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത്രയും ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ. എത്ര പേരാണ് എന്നോട് അങ്ങനെ മിസ്സേ എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു മിസ്സേ, പക്ഷെ ഇത്രയും മാർക്ക് കിട്ടിയപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഞാൻ നിങ്ങൾ ആലോചിക്കും, ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാവരും ക്ലോസ് യുവർ ഐസ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ആലോചിക്കും. ഓക്കെ, എന്താണ് വാട്ട് ഈസ് നൗ? വാട്ട് ഈസ് നൗ? എന്നോട് പറയണ്ട ചിന്തിച്ചാൽ മതി. വാട്ട് ഈസ് നൗ? നൗ വാട്ട് ഈസ് abstract noun? abstract noun, collective noun. എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുള്ളത് മാത്രം നോക്കാം. എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല, ഡെഫിനേഷൻ ഒന്നും അല്ല. പക്ഷെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ആയിക്കോട്ടെ, എക്സാമ്പിൾ ആണെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, abstract noun, collective noun, proper noun, common noun, countable noun, uncountable noun. Pronoun, what is pronoun? Then interrogative pronoun, demonstrative pronoun. പ്രോണൗണില് 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് നമ്മൾ പഠിച്ചെങ്കിലും ആ പ്രോണൗൺസ് ചോദിക്കുമ്പോ കുറച്ച് കൺഫ്യൂഷൻ വരുന്നില്ലേ? ഇല്ലേ? ഉണ്ടോ? ഇന്റർഗേറ്റീവ് പ്രോണൗൺ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇന്റർഗേറ്റീവ് 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് നമ്മൾ നന്നായിട്ട് പഠിക്കണം. ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിച്ചെല്ലാം കിട്ടിയോ? അബ്സ്ട്രാക്ട് എന്താണ്, കളക്റ്റീവ് എന്താണ്, അതെല്ലാം കിട്ടിയല്ലോ. ക്ലിയർ? അപ്പോ ബൈഹാർട്ട് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ടെന്ന് ആദ്യം അറിയാം. അതില് പ്രോണൗൺസ് ശ്രദ്ധിക്കാൻ 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസില് എല്ലാ പ്രോണൗൺസിന്റെ കീവേഡ്സ് പഠിച്ചേക്കേണ്ടത് അത്യാവശ്യമാണ്. പഠിച്ചു വെച്ചിട്ടുണ്ട്.
അതിനൊക്കെ എന്തായാലും ചോദ്യം വരും. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും. എനിക്ക് തോന്നുന്നു ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ ഉണ്ടാവും. പ്രോണൗൺസ് തന്നെയാണ് നല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് നമുക്ക് എന്നാ മോക്ക് ടെസ്റ്റ് ടൈമിലും. അതെ, അത് അപ്പോ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളത്, കീവേഡ്സ് പഠിക്കാത്തതുകൊണ്ടാണ്. ഓരോ പ്രോണൗൺസിന്റെ കീവേഡ്സ് നമ്മൾ പഠിച്ചു വെക്കണം. ഇന്ന പ്രോണൗൺ, ഇപ്പൊ ഇൻട്രോഗേറ്റീവ് പ്രോണൗണിന്റെ കീവേഡ്സ് വരുന്നത് എന്താണ്? ഇൻട്രോഗേറ്റീവ് എന്ന് കേട്ടത് ക്വസ്റ്റ്യൻ ആണെന്ന് ചിന്തിക്കാം. ക്വസ്റ്റ്യൻസ് ആയിരിക്കും, WH ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ വരാം. ഇൻട്രോഗേറ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് എന്തായിരിക്കും? ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന പ്രോണൗൺ ആണ്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ഒക്കെയാണ്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കും, അറിയാത്തത് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ച വേർബാണ്. വെർബ് അത്യാവശ്യം വേർബ് അറിയാലോ. വേർബിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് ട്രാൻസിറ്റീവ് വേർബ്, ഇൻട്രാൻസിറ്റീവ് വേർബ്, റെഗുലർ വേർബ്, ഇറഗുലർ വേർബ് എല്ലാം അറിയാലോ. ഇത്രയാണ് ഉള്ളത്. അപ്പൊ പഠിച്ച കാര്യങ്ങൾ കുറച്ചെങ്കിലും അറിയാം, പക്ഷെ നമ്മൾ ഡെയിലി അതെല്ലാം എടുത്ത് നോക്കണം എന്ന് മാത്രം. ഡെയിലി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അതിനുവേണ്ടി സമയം കണ്ടെത്താം. ഓക്കെ, അത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് മൺഡേ ആയിരിക്കും ക്ലാസ് വരാം. മൺഡേയില് അഡ്വേർബ് എടുക്കാൻ ടീച്ചേഴ്സ് റെഡി ആയിരിക്കാം. സ്പീഡിൽ ക്ലാസ് എടുക്കണ്ട, സ്ലോവിൽ എടുത്താൽ മതി. ഒരു ദിവസം കൊണ്ട് ക്ലാസ് തീർക്കണം ഞാൻ പറയുന്നില്ല. 1 or 2 or 3 ക്ലാസ് ആയാലും കുഴപ്പമില്ല. പക്ഷെ സ്ലോലി നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എടുക്കണം. ഒറ്റ ദിവസം കൊണ്ട് 1 മണിക്കൂറും ക്ലാസ് എടുക്കണ്ട കേട്ടോ. അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ വേണ്ട. ഓക്കെ, എനിക്കറിയാം എല്ലാവരും അങ്ങനെ ഇരിക്കുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് തീർത്തിട്ട് വേഗം പോരാലോ. അങ്ങനെയല്ല, സമയെടുത്ത് ചെയ്യാം. സ്പീഡിൽ പോകണ്ട കേട്ടോ, സ്ലോവിൽ പോയാൽ മതി. ഓക്കെ, റിലാക്സ് ചെയ്ത് എന്റർടൈൻ ചെയ്ത് ക്ലാസ് എടുക്കാം. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സൈൻ ഔട്ട് പറയൂ എല്ലാവരും. എല്ലാവരും ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? സൈൻ ഔട്ട് പറയൂ കേട്ടോ. റീജു നല്ല ഹാപ്പി ആണല്ലോ. റീജു ഞാന് ഇന്ന് ക്ലാസ് എടുത്ത മിസ്സിന് ഒരുപാട് താങ്ക് യു മിസ്സേ. റീജു ഹാപ്പി. ഓക്കെ, റീജു എനിക്ക് തോന്നുന്നു ഒരുപാട് മാറി തോന്നുന്നല്ലോ, ആണോ? മിസ്സേ എനിക്കിപ്പോ ഇംഗ്ലീഷ് ഇഷ്ടാ. ഇംഗ്ലീഷിന് ബേസ് ചെയ്തിട്ടല്ല പറയുന്നത്, അല്ലാതെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് മുന്നത്തെ റീജു അല്ല ഇപ്പോ. മിസ്സേ കുറച്ച് മാറ്റമുണ്ട്. കാരണം ഞാൻ ആദ്യം ഒന്നും സംസാരിക്കില്ല, ഭയങ്കര എന്താ പറയാ അങ്ങനെയാ. പക്ഷെ ഇപ്പൊ സംസാരിക്കാൻ ഭയങ്കര അൻസി ആദ്യം റേഞ്ച് കൊടുത്ത് പോയി നിൽക്കുവോ? എല്ലാം എപ്പോഴും ക്ലാസ്സിൽ റേഞ്ച് ഉണ്ടാവില്ല. കേൾക്കുന്നില്ലോ? ക്ലാസ്സിൽ അടുത്ത ക്ലാസ് റേഞ്ച് റേഞ്ച് ചെക്ക് ആയിട്ട് നിൽക്കുന്നു. ഒന്നും കേൾക്കുന്നില്ല, ബ്രേക്ക് ആവുന്നു. പക്ഷെ എല്ലാവർക്കും മാറ്റമുണ്ട് കേട്ടോ. എല്ലാവരും അറിയുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മിസ് ഫസ്റ്റത്തെ ക്ലാസ്സിന് പറഞ്ഞിട്ടുണ്ടേനല്ലോ മാറ്റം. എന്താ പറയാ, നമുക്ക് മുന്നോട്ട് പോകുന്നതിന് മാറ്റങ്ങൾ വരുമെന്ന്. ഇത് ക്യാമറ തിരിഞ്ഞിട്ടാണ്. അതെ, അപ്പോ അത്രയ്ക്കേ ഉള്ളൂ. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഓൾ. താങ്ക് യു. നെക്സ്റ്റ് on Monday. Okay, bye. ഓക്കെ.